എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കുക, ചിന്തിക്കുക. അതുപോലും ചോദിക്കാത്ത ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയും അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന ഭൂമി ലോകത്തെ പരമാവധി ഭാഗ്യം ഏതാണ്? ആ ഭാഗ്യം എന്നറിയുമോ? നമൽ ഇലാഹി അലൽ ഇബാദി കതീറതുഹു വഅജല്ലുഹുന്ന നജാബത്തുൽ ഔലാദി. ഈ ഭൂമി മണ്ണിൽ ഏറ്റവും വലിയ ഭാഗ്യം ഭാര്യമാരല്ല, ഏറ്റവും വലിയ ഭാഗ്യം പണമല്ല, ഏറ്റവും വലിയ ഭാഗ്യം സൗന്ദര്യമല്ല, ഏറ്റവും വലിയ പണം വിസ്തൃതികളല്ല, ഏറ്റവും വലിയ ഭാഗ്യം സ്ഥാനമാനങ്ങളല്ല. ഭീമമണ്ണിലെ ഏറ്റവും വലിയ ഭാഗ്യം നഅമൽ ഇലാഹി അലൽ ഇബാദി കതീറതുഹു വഅജല്ലുഹുന്ന നജാബത്തുൽ ഔലാദി. മക്കളാണ് കൂട്ടരെ. മക്കൾ അവര് ബുദ്ധി കുറഞ്ഞവരാകട്ടെ, അവര് സൗന്ദര്യം കുറഞ്ഞവരാകട്ടെ, അവര് അലസതയുള്ളവരാകട്ടെ, അത് കേവലം മാംസപിണ്ഡമാകട്ടെ, മക്കളായി ഭൂമി മണ്ണിൽ അല്ലാഹു തആല ആർക്കെങ്കിലും വരദാനമായി നൽകിയിട്ടുണ്ടെങ്കിൽ അവരാണ് ഭൂമിയിലെ ഭാഗ്യമുള്ളവൻ. ഈ നഗരൂരിലെ ഏറ്റവും ഭാഗ്യമുള്ളവൻ ബാപ്പാന്ന് വിളിക്കാൻ മക്കളെ കിട്ടിയവനാ, ഉമ്മാന്ന് വിളിക്കാൻ മക്കളെ കിട്ടിയവരാ. അതുകൊണ്ടാണ് ഈ മൂർധന്യതയിൽ പോലും, ജീവൻ പിടഞ്ഞു പോകുന്ന നേരത്ത് പോലും ഈ പ്രവാചകന്മാരുടെ പ്രാർത്ഥന ഞാൻ ആലങ്കാരികമായി ജീവന്റെ പിടയിൽ പറഞ്ഞെന്നേയുള്ളൂ. ഈ മഹാന്മാരായ പ്രവാചകന്മാരിലേക്ക് അത് ചേർത്തുകൂടാ. അലങ്കാരിക പ്രയോഗം മാത്രമാണ്. തങ്ങളുടെ ജീവിതം അല്ലാഹുവിലേക്ക് ബലി നൽകപ്പെടുന്ന സന്നിഗ്ധ ഘട്ടത്തിൽ പോലും രക്ഷപ്പെടുത്താൻ ചോദിക്കാത്ത ഈ പ്രവാചകന്മാരെ പോലും പ്രാർത്ഥിച്ചത് ഇതിനാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. റബ്ബി ഹബിലി മിനസ്സാലിഹീൻ. അല്ലാഹ് നല്ല മക്കളെ തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. 85 വയസ്സ് കഴിഞ്ഞ വന്ധ്യവയോധികനായ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. പ്രായം ഒരുപാട് കൂടിപ്പോയ സക്കരിയ നബിയുടെ പ്രാർത്ഥന. അപ്പോഴും കുട്ടികളെ കിട്ടാൻ കൊതിക്ക് അല്ലാഹ് നേരത്തെ തന്നു നമുക്ക്, ഇല്ലേ? അതുകൊണ്ട് മക്കളെ വില നമുക്കറിയില്ല. മക്കളെ നന്നാക്കി വളർത്തിക്കോ. ഒരുപാട് പേര് പൊട്ടി വീഴുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേര് ചിരിക്കാൻ കഴിയാതെ ജീവിക്കുന്നുണ്ട്. അല്ലാഹു ആ പാവങ്ങൾക്ക് മുഴുവനും മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിന്റെ പള്ളിയല്ലേ, ഈ തന്ന അനുഗ്രഹത്തിനൊക്കെ നന്ദി ചെയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആയൂര് മീയന ഭാഗത്ത് വാഴതിന് പോകുമ്പോൾ ഈ സഹോദരന്റെ മുമ്പിലേക്ക് ഒരു സഹോദരന്റെ ഭാര്യ, പാചക തൊഴിലാളിയായ പാവപ്പെട്ട സഹോദരൻ, അയാളുടെ ഭാര്യ ഒരു സ്വർണ്ണമോതിരം ഓരും കൊടുത്തു വിട്ടിട്ട് കുട്ടികളെടുത്ത് പറഞ്ഞു വിട്ടു, ഉസ്താദിന്റെ അടുത്ത് പറയാൻ എന്റെ ഭർത്താവിന്റെ പാചകമാണ് ജോലി, ഒരു ഗതിയില്ലാത്തവരാ, പക്ഷെ മക്കളില്ലാത്തതിന്റെ വിഷമം തീർക്കാൻ അവിടെ മക്കളോടുള്ള കടമകളായിരുന്നു വിഷയം. ഈ സ്വർണ്ണമോതിരം ഒരു തന്ന് ഇത് തികയാവിനാണ്, ഇത് വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പറയും. 14 വർഷം കൊണ്ട് മക്കളെ കിട്ടാത്തതിന്റെ ദുഃഖം എന്റെ പ്രിയപ്പെട്ടവരെ. ഇത് ഞാൻ പറയുമ്പോൾ ആ സഹോദരൻ സ്റ്റേജിലേക്ക് കയറി വന്നൊരു പാവപ്പെട്ട സഹോദരൻ, മീനക്കാര് ചിലപ്പോൾ ഇവിടെ കാണും ബന്ധുക്കളൊക്കെ. ഈ സഹോദരന്റെ മുമ്പിലേക്ക് കണ്ടു, ഉസ്താദെ ഞാൻ അത് എന്റെ ഭാര്യ ഊരി തന്നത് മക്കളെ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണേ ഉസ്താദെ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹ്ക്ക് വേണ്ടി സ്വതക്ക നൽകിയപ്പോ, അള്ളാഹുടെ പള്ളിക്ക് നൽകിയപ്പോ നമുക്കൊണ്ട് പള്ളി. നമ്മൾ ആലോചിക്കണം, ഈ പച്ചപ്പാവങ്ങൾ അവരുടെ ഗതികേടുകൾ തീരാൻ. പക്ഷെ അള്ളാഹ് കൊടുത്ത നേട്ടം എന്തെന്നറിയോ? ആ മജ്ലിസിനെ സാക്ഷി നിർത്തി ഈ സ്വതക്കയെ വസീലയാക്കി റബ്ബിനോട് ചോദിച്ചു. അൽഹംദുലില്ലാ, അള്ളാഹു അവർക്ക് ഒരു മകനെ നൽകി അനുഗ്രഹിച്ചു. അള്ളാഹു ഒരു മകനെ നൽകി ആ കുടുംബത്തെ അനുഗ്രഹിച്ചു. ചിറയിൻകീഴിൽ നിന്നുള്ള അലീം എന്ന പ്രിയപ്പെട്ട സഹോദരൻ, ചിറയിൻകീഴ് ആരെങ്കിലും വന്നോ? അവരിവിടെ വരുമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ ആ സഹോദരൻ ഒരുപാട് എന്നെ വിളിച്ചു. ഞാനപ്പോ ക്ഷീണം കൊണ്ട് കിടക്കായിരുന്നു. സെക്രട്ടറി ഹബീബ് ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ ഉറക്കത്തില്ല. ഞാൻ പറഞ്ഞു, ഹബീബേ നല്ല ക്ഷീണത്തിലാണ്, പിന്നെ വിളിക്കാം, ഇൻഷാ അല്ലാഹ് പിന്നെ വിളിക്കാം ഉസ്താദ് എന്ന് ചോദിച്ചു. ഇന്ന് സഹോദരൻ ഒരു അല്പം അറപ്പോടുകൂടി വിളിച്ചു. നേരത്തെ ഉസ്താദിനെ കൊണ്ട് തന്നെ എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് എങ്കിൽ എത്തൂലല്ലേ, ഇനി ഞാൻ വിളിച്ച് ശല്യം ചെയ്യില്ല, കാരണം ഉസ്താദ് ഉറങ്ങണമെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടല്ലേ. അള്ളാഹു ഈ സ്നേഹത്തിന്റെ പകരം സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എന്ന് വിചാരിച്ചാലും വിളിക്കേണ്ടെന്നല്ല കേട്ടോ. ഷിബുഖാൻ എന്തൊരു വിഷമം വന്നാലും ഷിബുഖാൻ അപ്പം വിളിക്കും, ഒന്നനങ്ങിയാൽ മതി, അപ്പൊ ഷിബുഖാൻ വിളിക്കും. അത് വേറൊരു സ്നേഹം. അള്ളാഹു അതിന് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇതൊക്കെ സ്നേഹങ്ങളാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ഈ അലീം എന്ന സഹോദരൻ എന്നോട് കടുവാപ്പള്ളിയിൽ വെച്ച് കണ്ടു. ഞങ്ങളൊക്കെ ഒരുമിച്ച് വളർന്ന സുഹൃത്താണ്. അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദേ മക്കളില്ലാതെ വല്ലാത്തൊരു വിഷമത്തില്ല. എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? ഞാൻ എൻ്റെ മക്കളെ പറഞ്ഞു. അപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായി, ഒരുപാട് ദുഃഖം, ഒരുപാട് ഈ മക്കളില്ലാത്ത ദുഃഖം കാരണം അങ്ങ് വല്ലാത്തൊരു അവസ്ഥയിലായി സഹോദരൻ. അവസാനം ചോദിച്ചു, മക്കള് എനിക്കില്ല ഉസ്താദേ, ദുആ ചെയ്യണം, എനിക്ക് മക്കളെ കിട്ടണം. ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്, അവിടെ സ്വതക്ക ചെയ്യാൻ പറഞ്ഞു.
അങ്ങനെ ഈ സഹോദരൻ സദഖ ചെയ്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പകൽ വെളിച്ചം പോലെ സത്യമാക്കി അല്ലാഹു തുൽത്തുന്ന അത്ഭുതങ്ങൾ നമുക്കുണ്ട്. പള്ളി ഇതേ പള്ളിക്ക് നൽകിയത് കൊണ്ടാണ് ഇവരുടെ വിഷമങ്ങൾ തീരുന്നത്. തരാൻ വേണ്ടി പറയില്ല, ചിറയിലല്ലേ, വേണമെങ്കിൽ അന്വേഷിക്കാം. ഇന്ന് ആ സഹോദരൻ വിളിച്ചു, എയർപോർട്ടിൽ കയറുന്നത് വരെ. അവസാനം ഉറക്കണിച്ചപ്പോൾ ഒരുപാട് കോള് കണ്ട് ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പൊ ഈ സഹോദരൻ പറയാം, ഉസ്താദെ ഞാൻ എയർപോർട്ടിൽ നിൽക്കുകയാണ്, പോകാനായിട്ട് നിൽക്കുകയാണ്, ഒരു വലിയ സന്തോഷം പറയാനാണ് ഞാൻ വിളിച്ചത്. എന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ അന്നത്തെ ദുആയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അനുഗ്രഹം തന്നിട്ടുണ്ട്. ചാത്തമ്പാറയിൽ ഡോക്ടർമാര് പരിശോധിച്ചിട്ട് വലിയൊരു നേട്ടം കിട്ടും, പ്രശ്നമൊന്നുമില്ല, എല്ലാം ക്ലിയർ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിലനിന്ന് കിട്ടാൻ വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണേ. ഞാൻ ദുബൈയിൽ എത്തിയതിനു ശേഷം വീണ്ടും വിളിക്കും, എന്തൊരു വിഷമം വന്നാലും വിളിക്കും, ബുദ്ധിമുട്ടാതെ എടുക്കണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു ആ സഹോദരന്റെ വിഷമം തീർക്കുമാറാകട്ടെ. നമ്മൾ ആലോചിക്കണം. വല്ലാഹി പ്രിയപ്പെട്ടവരെ, പരപ്പനങ്ങാടിയിൽ ഈ വിനീതനോട് നേരിട്ട് പറഞ്ഞതാണ്. പരപ്പനങ്ങാടിയിലെ എൻ്റെ അഭിബന്ധ്യനായ ശൈഖുനാടെ മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ഇപ്പൊ മലേഷ്യയിലെ ആ സഹോദരൻ 18 വർഷത്തോളം മക്കളില്ലാതെ ജീവിച്ച നല്ല ദീനിയായ ചുറ്റുപാട് ജീവിക്കുന്ന ഒരു കുടുംബം. അവരുടെ നിസ്സഹായതയെ അവർ പറയണം. പിന്നെ ഒരു കുട്ടിയെ കിട്ടിയവർക്ക്, ആ കിട്ടിയതിന് ശേഷം വന്നിരുന്നിട്ട് ഉസ്താദിനോട് പറയേ, ഉസ്താദ് നേരിട്ട് പറയേ, ഞങ്ങളുടെ മഹല്ലിൽ കിതാബ് ഓതാനായിട്ടിരിക്കുമ്പോൾ പറഞ്ഞു തരേ. ആ സഹോദരൻ അറിയുമ്പോൾ ഇതാരെന്നറിയോ? രണ്ടാമത്തെ ജന്മമാണ്. മക്കളില്ലാതെ 18 വർഷം ജീവിച്ച് അവസാനം ഇദ്ദേഹം കയറി വരുമ്പോൾ ഭാര്യ ദാ വരുന്നു ഉപയോഗമില്ലാത്തവർ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ദീനിയായ കുടുംബത്തിൽ ജീവിക്കുന്ന പെണ്ണ. പക്ഷേ മനസ്സിന്റെ ദൗർബല്യം കിട്ടിയത് കൊണ്ട് നമ്മൾ ആരും ഇതൊന്നും അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഉപയോഗമില്ലാത്തവൻ ദാ കയറി വരുന്ന എന്ന് പറഞ്ഞിട്ട് അവസാനം 2 പേരും കൂടി ആത്മഹത്യ ചെയ്താലോ എന്നുവരെ ചിന്തിച്ചു പോയി. അവരെ ഗതികേട, അവരെ ദൗർബല്യമാണ്, അത് ഭീകരമാണെന്ന് അവർക്കറിയാം. പക്ഷേ ജീവിതം മരണമായി മാറ്റപ്പെട്ടു പോയപ്പോ വല്ലാത്തൊരു ഭാഗ്യമായി കിട്ടിയ ആരുമ്മ മക്കൾ. അതുകൊണ്ട് കിട്ടാത്ത സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അവരുടെയും സ്വതക്കകളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അവർക്ക് മക്കളെ നൽകി. ഇപ്പൊ ഏകദേശം 10, 14, 18 വയസ്സോളം ഇരിക്കാനുള്ള സാഹചര്യം ഇങ്ങോട്ട് വന്നിരുന്നേക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കുക, ഭൂമി മണ്ണിലെ ഏറ്റവും വലിയ ഭാഗ്യം മക്കളാ. അതിനോളം വലിയൊരു ഭാഗ്യം വേറൊന്നുമില്ല. എങ്കിൽ ആ ഭാഗ്യം നമുക്ക് കിട്ടാൻ എന്ത് വേണമെന്നറിയോ? ആ ഭാഗ്യം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളെ ഭാര്യമാര് വേണം, ബാപ്പയാകണമല്ലോ, അതിന് മക്കളെ വേണം. ഭാര്യയുടെ സ്ഥാനം മനസ്സിലാക്കിയോ? ഇതുകൂടി പറഞ്ഞ് ഈ വിഷയം തൽക്കാലം ഞാൻ ഇവിടെ നിർത്തും. സഹോദരിമാർക്ക് ഇച്ചിരി പണി കൊടുക്കാനുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാപ്പ എന്ന് വിളിക്കണമെങ്കിൽ മക്കളെ വേണം. മക്കളാണ് നമ്മുടെ സ്വത്ത്. ഈ മക്കളെ നമുക്ക് കിട്ടണമെങ്കിൽ ഒരൊറ്റ മാർഗ്ഗേ അല്ലാഹു നമുക്ക് തന്നിട്ടുള്ളൂ. ഒറ്റ മാർഗ്ഗേ നമുക്ക് തന്നിട്ടുള്ളൂ. ഏതാ? ഈ പെണ്ണ്, നമ്മളെ ഭാര്യ. കേവലം പെണ്ണല്ല, നമ്മുടെ ഭാര്യ. അതായത് അനുവദനീയമായ 2 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ അനുഗ്രഹീതനായ നമ്മുടെ ഇമാമ് നമ്മുടെയും ഏതൊരു പിതാവിന്റെയും കൈപിടിച്ചുകൊണ്ട് ഏതൊരു പെണ്ണിനെ ഹലാലാക്കി തരാൻ സ്വീക ചൊല്ലി ഈജാബും കബൂലും നടത്തിയോ, ആ അനുഗ്രഹീതമായ നമ്മുടെ ഭാര്യ, അവളിലൂടെയുള്ള ലൈംഗികമായ അനുഗ്രഹ വീഴ്ചയിലൂടെ അല്ലാഹു നമുക്ക് തന്നിരിക്കുന്ന വരദാനമായ മക്കൾ, ഇത് മാത്രമേ നമുക്ക് അവകാശമുള്ള മക്കളാവൂ. എന്ന് പറഞ്ഞ വ്യഭിചാരത്തിലൂടെ ഒരു കുട്ടി ജനിച്ച ആ കുട്ടിക്ക് പിതാവില്ല. ഒരൊറ്റ മദ്ഹബും അത് അംഗീകരിക്കുന്നില്ല. സ്പഷ്ടമായ ഹദീസാണ്. ഒരു വ്യഭിചാരത്തിലൂടെ കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് ബാപ്പയാകാൻ പറ്റില്ല. ദുന്യവിയായ ഭാഗ്യം നമുക്ക് കിട്ടൂല ഈ ഭാര്യയിലൂടെ അല്ലാതെ. അതേ സമയത്ത് പെണ്ണിന് ഉമ്മയാകാം. വ്യഭിചാരം കടുത്ത തെമ്പാടിത്തരം തെറ്റ്, കടുത്ത തൗബ കൊണ്ടല്ലാതെ പൊറുക്കപ്പെടാത്ത പാപം. പക്ഷെ അതിലൂടെ ഒരു കുട്ടി ജനിച്ചാൽ അതിന് തള്ളയുണ്ട്, അതിന് ഉമ്മയുണ്ട്, അവൾക്ക് ഭാഗ്യമുണ്ട്, കുട്ടി എന്നുള്ള ഭാഗ്യം, ദുന്യാവിന്റെ ഭാഗ്യം. പക്ഷേ ആണിന് കിട്ടൂല, നമുക്ക് കിട്ടൂല. കിട്ടണമെങ്കിൽ ഇവള് വേണം. അപ്പൊ ശരിക്കും പറഞ്ഞ കൊച്ചുങ്ങളെ വാപ്പ എന്ന് പറയണേക്കാളും നല്ലത് കുട്ടികളുടെ ഉമ്മ എന്ന് പറയലല്ലേ കുറച്ചുകൂടെ നല്ലത്, ബഹുമാനത്തിന്റെ പദമായിട്ട്. കാരണം അവരില്ലെങ്കിൽ നമുക്ക് ഈ മക്കളെ കിട്ടൂല. അപ്പൊ മക്കളെ സ്ഥാനം വെച്ച് കണ്ടേ പറ്റൂ ഈ ഭാര്യമാരെ. അങ്ങനെ വളർത്തിയേ പറ്റൂ. ഇസ്ലാം എങ്ങനെ അവരോട് പെരുമാറണമെന്നാ പഠിപ്പിച്ചെന്നറിയോ? മോശമല്ലേ പ്രിയപ്പെട്ടവരെ കൗൺസിലിങ്ങിനെ വിധേയപ്പെടുത്തുക, കുടുംബ കോടതി കയറി ഇറങ്ങുക, നമ്മളെ വീട്ടിന്റെ ബെഡ്റൂമിന്റെ വിഷയങ്ങളൊക്കെ നഗരൂർ ജുമുഅത്ത് പള്ളിയിലെ അനുഗ്രഹീത പരിപാലക സമിതി ചർച്ച ചെയ്യുക. അവർക്ക് അതിനേക്കാളും അപ്പുറം പള്ളിയുടെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ ഒരുപാടുണ്ട്. അതിനിടയിൽ നമ്മളെ വീട്ടിലെ പ്രശ്നം കൂടെ കൊടുക്കേ അവർക്ക് അവിടെ ഇരുന്ന് ചർച്ച ചെയ്യണം. പിന്നെ നാളെ നമുക്ക് എല്ലാവരും കൂടെ കൂടിയിട്ട് അങ്ങോട്ട് പോകണം. പാവപ്പെട്ടവന്റെ വീട് അപ്പോഴും പട്ടിണിയാ. പാവപ്പെട്ട പറയും, ഇന്നലെ ഞാൻ പള്ളിക്കോടി, മിനിയാന്ന് പള്ളിക്കോടി, എന്റെ വീട്ടിലാണെങ്കിൽ ഭക്ഷണമില്ല, 6 മാസമായി ഭാര്യ കണ്ടിട്ട് പള്ളി എന്ന് പറഞ്ഞിറങ്ങി, ഇനിയിപ്പോ നാളെ ഞാൻ ഇവരെ വീട്ടിൽ പോകണം.
ഇതാകരുത്. നമ്മളെ ബെഡ്റൂമിന്റെ പ്രശ്നങ്ങൾ അവിടെ തീരണം. അതിനെന്ത് വേണം? ഭർത്താവ് ഭർത്താവിന്റെ നട്ടല് കാണിക്കണം, മൃഗത്തിന്റെ നട്ടലല്ല കാണിക്കേണ്ടത്. എങ്ങനെ പെരുമാറണം? ഒരൊറ്റ ആയത്തിലൂടെ ഖുർആൻ പറഞ്ഞു തീർക്കേ. നിന്റെ ഭാര്യയുടെ പിണക്കം മാറ്റാം, എല്ലാം തീരും. അവിടെ വെച്ചുകൊണ്ട് ഒരു കുടുംബ കോടതി നീ കയറണ്ട, ഒരു പള്ളി കമ്മിറ്റിക്ക് നീ പരാതി കൊടുക്കണ്ട, അയൽക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട, ഒരു പാത്രവും അടിച്ചു പൊട്ടിക്കണ്ട, ഒരു ചുവരിന്റെ പേസ്റ്റ് ആക്കിയിട്ട് നിന്റെ ഭാര്യയെ ഒട്ടിച്ചു വെക്കണ്ട, നിന്റെ മക്കളെ ഭയപ്പെടുത്തിക്കൊണ്ട് അവളെ അതിക്രമിക്കണ്ട, അവളെ കണ്ണുനീരുകൾ നിനക്ക് വേണ്ടി ഒലിപ്പിക്കണ്ട. പിന്നെയോ അവളോട് എങ്ങനെ പെരുമാറണം? അപമര്യാദ അവളിൽ നിന്ന് വരും, പിണക്കങ്ങൾ അവളിൽ നിന്ന് വരും. എങ്ങനെ പെരുമാറണം? വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന ഫഅദൂഹുന്ന വഖ്ജുറൂഹുന്ന ഫിൽ മളാജി വളരിബൂഹുന്ന فإن أطعنكم فلا تبغوا عليهن سبيلا. നഗരൂരിലെ ഭർത്താക്കന്മാരോട്, കുടുംബജീവിതം കേട്ടിരിക്കുന്ന ഭർത്താക്കന്മാരോട് ഖുർആൻ പറയുന്ന ഒരൊറ്റായത്തിലൂടെ നിങ്ങളെ കുടുംബ പ്രശ്നങ്ങൾ, നിങ്ങളെ ഭാര്യയുമായുള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കാനുള്ള ഒരൊറ്റ എളുപ്പ വഴി, 3 ഘടകങ്ങൾ അവിടെ തീരും നിങ്ങളെ പ്രശ്നം. വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന, നഗരൂരിലെ ഭർത്താവേ, നിന്റെ ഭാര്യയുടെ അതവുകേടുകൾ നിനക്ക് പ്രശ്നമായി വരുന്നുണ്ടെങ്കിൽ, നിന്റെ ഭാര്യയുടെ പെരുമാറ്റത്തിൽ മോശത്തരങ്ങൾ നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പച്ചയായി നിന്നോടുള്ള പെരുമാറ്റത്തിലുള്ള പിണക്കം അവൾ കാണിക്കുന്നുവെങ്കിൽ, നിന്റെ കൈക്കരുത്ത് അവളുടെ ശരീരത്തിൽ തീർക്കരുത്. ആരോഗ്യമുള്ളവൻ ആരോഗ്യമുള്ളവനായിട്ട് ഏറ്റുമുട്ടണം. നമ്മളേറ്റുമുട്ടാന്ന് ഒരു സെക്രട്ടറി പറയാം. എന്റെ പ്രിയപ്പെട്ട, അല്ലാതെ ഈ അബലതയുടെ ചപലതയുടെ പ്രതീകമായ പെണ്ണിന്റെ ശരീരത്തിലല്ല നിന്റെ കരുത്ത് തീർക്കേണ്ടത്. അവൾ അപമര്യാദയായി പെരുമാറുന്നുണ്ടോ? ആദ്യം നീ ചെയ്യേണ്ട പണി എന്തെന്നറിയോ? ഖുർആൻ എത്ര സുന്ദരമായിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്യണം നോക്ക്. ഇതാണ് ഖുർആൻ. ഇതുപോലത്തെ ഒരു ഗ്രന്ഥം തരാൻ ലോകത്തിന് സാധ്യമുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇവിടെയാണ് ഇസ്ലാം എന്ന സത്യം. ഇന്നലെ ജുമുഅത്ത് പള്ളിയിൽ ഒരു സഹോദരൻ വന്നു, മിലിറ്ററി, ആസാമിലായിരുന്നു. അവിടെ ഈ തൊട്ടടുത്ത ഭാഗത്ത് നിന്ന് കല്യാണം കഴിച്ച പോങ്ങനാട് സ്വദേശിയായി എന്തോ ഒരു പേര് പറഞ്ഞു, റാഷിദ് എന്നോ എന്തോ ഒരു പേര് പറഞ്ഞു. ആ സഹോദരൻ എന്നെ ജുമ കഴിഞ്ഞു, സജിയെ നല്ല നമ്മളെ അവിടെ ഉണ്ടായിരുന്നു. ആ സഹോദരൻ നേരെ കയറി മുകളിലോട്ട് വന്നിട്ട് ഞാൻ ഉസ്താദിനെ പരിചയപ്പെടാൻ വന്നതാണ്. ഇങ്ങനെയൊക്കെ സംസാരിച്ചു. ഇന്നലത്തെ ആ പ്രസംഗം കേട്ടപ്പോ അല്ലാടെ ദീനിന്റെ വാക്കുകൾ ആയതുകൊണ്ട് തട്ടിയതാ, പറഞ്ഞത് അബൂദാബി ആയതുകൊണ്ടൊന്നുമില്ല. അതിപ്പോ നിങ്ങൾ ഉസ്താദ് പറഞ്ഞ ഇതിനേക്കാളും കൊള്ളും. അതിന് മാത്രം സൂക്ഷ്മതയാണ് ഈ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. അല്ലാഹു തആല അനുഗ്രഹം നൽകുമാറാകട്ടെ. എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ കഴിച്ച പാത്രം എടുത്തുകൊണ്ട് കഴുകാൻ അല്ലാഹു ഈ വിനയത്തിന്റെ പകരം അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ പാത്രങ്ങൾ ഉണ്ണാനുള്ള ഭാഗ്യം അദ്ദേഹത്തെ സ്നേഹിച്ചതിന്റെ പേരിൽ നമുക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സഹോദരൻ വന്നിട്ട് പറയേ, ഉസ്താദേ ഇന്നലത്തെ ജുമാ പ്രസംഗം കേട്ടപ്പോ വല്ലാതെ നൊന്തു. കാരണം ഞാനൊരു പൊതുവിശ്വാസിയാണ്, ഞാനൊരു മുസ്ലിമാണ്. ഇങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ്. ഇന്നലെ ഖുർആനായത്തും അതിന്റെ അർത്ഥങ്ങളും മുഹറം മാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇസ്ലാമിന്റെ വിജയത്തെ സംബന്ധിച്ചാണ്. അപ്പൊ ഖുർആൻ പറയുന്ന ഒരു പ്രഖ്യാപനങ്ങൾ കേട്ടപ്പോ ചെറിയ മനസ്സല്ലേ, ഇസ്ലാം ഇങ്ങനെ വളർന്നു വരുന്നുള്ള മനസ്സിനകത്ത് വല്ലാത്തൊരു മാറ്റം. ഇതാണ് ഖുർആൻ. നമുക്ക് അഭിമാനിക്കാൻ അല്ലാഹു വരദാനമായി നമുക്ക് തന്ന ആദർശവും ഭരണഘടനയുമായ വിശുദ്ധ ഖുർആൻ. അതിനോളം വരില്ല എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്ത് ഒരു പ്രത്യയ ശാസ്ത്രങ്ങളും. ആ ഖുർആനിലൂടെ സുന്ദരമായി അല്ലാഹു പറയേ, നിങ്ങളുടെ ഭാര്യമാരുടെ പിണക്കങ്ങളും വിഷമങ്ങളും നിങ്ങൾക്കുണ്ടോ? ഫഅഇദൂഹുന്ന, അവൾക്ക് നല്ല വാഴ പറഞ്ഞു. സജീവുണ്ടോ ഇവിടെ? സജീവനല്ലേ പേര്? ആ, വാഴ് പറയാൻ വേണ്ടി ഇവര് വിളിക്കും വീടുകളിലെ 4 ക്യാബിനും 2 ആമ്പിൾ പയറൊക്കെ ആയിട്ട് അങ്ങ് ചെന്നേക്കണം കേട്ടോ. ശരിക്കാണോ? അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, വാഴ പറഞ്ഞു കൊടുക്കണം. എങ്ങനെ പറയണം? മോളെ ഇങ്ങോട്ട് വാ, അല്ലെ എന്താ വിളിക്കുക? അങ്ങനെ മോളെ എന്താ അവിടെ നീ വിളിക്കുന്ന ഭാഷയിൽ വിളി. ഇച്ചിരി സ്നേഹമൊക്കെ ഒന്ന് അഭിനയിക്കുക, കുറെയൊക്കെ അങ്ങനെ കാണിക്കണം. വിളിക്കണം, കേവല അഭിനയവും കപടവുമാകരുത്. വിളിച്ചെടുത്തിരുത്തിട്ട് പറയണം. അല്ലെങ്കിൽ ചിലപ്പോൾ കുതിരി മാറുമ്പോൾ പെണ്ണെ ഇങ്ങനെയൊന്നും കാണിക്കരുത്, ഇതൊക്കെ എന്ത് സ്വഭാവമാ, ഇങ്ങനെയൊക്കെ നീ പെരുമാറാനുള്ളത്. നീ ഒന്നും കേട്ടിട്ടില്ലേ ഭർത്താവിനോട് എങ്ങനെ പെരുമാറേണ്ടത്? നിന്റെ ഭർത്താവിന്റെ തൃപ്തിയില്ലാതെ ഒരു രാത്രി കഴിഞ്ഞുകൂടിയാൽ വെളുക്കും വരെ ആകാശ ലോക സമസ്ത മലക്കുകളും നിന്നെ ശപിച്ചുകൊണ്ടിരിക്കുന്ന നബിയല്ലേ പറഞ്ഞത്? അതിനിടയിൽ ഇങ്ങനെ നീ മരിച്ചു പോയാ കഴിയോ? നിനക്ക് കഴിയോ? നീ അങ്ങനെ ജീവിച്ചോ? സരളമായ ഉപദേശം, സരളമായ പറഞ്ഞു കൊടുത്തു.
അവിടെ തീരും നിന്റെ പ്രശ്നം, അവിടെ അവസാനിക്കും നിന്റെ പ്രശ്നം. ഈമാനികമായി ലോല ഹൃദയമാണ് നിന്റെ പെണ്ണിനെങ്കിൽ അവിടെ തീരും സഹോദര നിന്റെ പെണ്ണിന്റെ പ്രശ്നം. തീരൂല ഉസ്താദേ, അത് നീ പറയണ്ട, അവളെ സൃഷ്ടിച്ച അല്ലയാ പറഞ്ഞത്. അല്ലയാ പറഞ്ഞത് മിക്കവാറും അവിടെ അവസാനിക്കും. ഇനി അവിടെ അവസാനിക്കില്ല, കുറച്ചുകൂടി പ്രശ്നം അളിച്ചിട്ട് മുറ്റ. 4 ആങ്ങളുണ്ടെന്നുള്ള ചെറിയൊരു അഹങ്കാരമൊക്കെ ഉള്ള ആളാ. എന്നെ തുടയൊന്നും വേണ്ട, ഞാൻ പറഞ്ഞ ഇറച്ചിട്ട് തരാ, എന്റെ സഹോദരൻ കളിഞ്ഞു വന്ന കശാപ്പ് ചെയ്ത ഈ ഒരു അവസ്ഥയില്ല. എന്റെ പ്രിയപ്പെട്ടവര് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കട്ടെ, ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ മാർഗം ഖുർആൻ പറയുന്നുണ്ട്. നിന്റെ ഉപദേശത്തിൽ എങ്ങാനും അവളെ വീണിട്ടില്ലേ, അവളെ തല്ലേം ചെയ്യരുത്, കൊല്ലേം ചെയ്യരുത്. പണ്ട് അവസാനം ഗതികെട്ട ഈ ടീം പറയണ വാക്കെന്തറിയോ, സഹിക്കാൻ പോയി ചത്തളയാൻ പറയാം. പിന്നെ ഗതികെട്ട് ഒരു കുടിയൻ തങ്കപ്പൻ ഉണ്ടായിരുന്നു ഞങ്ങളവിടെ. അവനെ പാമ്പ് തന്നെ വിളിക്കുക. രാത്രി ആണെങ്കിൽ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ പറയണത് കുടിയൻ തങ്കപ്പം പാമ്പ് കാണും, അതുകൊണ്ട് സൂക്ഷിച്ചു പോകാനാ പറയണത്. കാരണം അങ്ങനെ ആളിന്റെ 24 മണിക്കൂറും വെള്ളമില്ലാതെ അവനെ കാണല് വളരെ കുറവാണ്. അങ്ങനെ ഈ വെള്ളം അടിച്ചിട്ട് ഇവൻ ചെന്ന ഇവന്റെ ഏറ്റവും നല്ല പരിപാടി എന്ന് പറയുന്നത് വീട്ടിൽ ചെന്നിട്ട് ഭാര്യ പേസ്റ്റാക്കി ഒട്ടിച്ചു വെക്കുക. പിന്നെ വൈകുന്നേരം മക്കളായിട്ട് പറഞ്ഞ വലിച്ചിളക്കി താഴെ പോയി. ഇങ്ങനത്തെ പണിയാ. അവസാനം മടുത്തിട്ട് അവസാനം ഒരു ദിവസം കുടിച്ചോണ്ടപ്പോ പോയി ചത്തിലട. ഇയാൾ ഇങ്ങനെ ജീവിക്കണേക്കാളും പോയി ചത്തലട കുടിച്ചിരിക്കില്ലേ. ഓൻ പറഞ്ഞു കുടഞ്ഞ ഭാഷ പറഞ്ഞു, ഞാൻ ചാവോടി പോയി ചത്തലട. ഇയാള് ചാകലാണ് എനിക്ക് ജീവിച്ചിരിക്കണേക്കാളും നല്ലത്. ഞാൻ ചത്താ നിനക്ക് ആളില്ലാതെ, എനിക്ക് ആള് വേണമെന്നില്ല, ഇനി എനിക്ക് ജീവിക്കാൻ അറിയാം, ആളുണ്ടായിരുന്നിട്ട് എന്റെ ഗതി ഇങ്ങനെ, ആളില്ലാതെ ജീവിച്ചോളാം, ചാവാൻ പറഞ്ഞു. എങ്കിൽ ഇവളൊന്ന് കാണിക്കണമെന്നും പറഞ്ഞ് നേരെ പോയി കിണറിൽ കിടന്ന കയറൂരി എടുത്തു. അടുത്തുണ്ടായിരുന്ന പ്ലാവിന്റെ മുകളിൽ കയറി താഴെ നിന്ന് നോക്കിക്കേ. അപ്പൊ ഇയാൾ വീണ്ടും പറഞ്ഞു, ഡീ ചത്തുള, ഇയാൾ എനിക്ക് വേണമെന്നില്ല. ഇവിടെ ഇയാൾ നേരെ പോയി ഒരു കൊമ്പിന്റെ മുമ്പിൽ നിന്ന് താഴെ നോക്കി അളന്നു, ശരിക്ക് കഴുത്തിട്ട് കയറ് ശരിക്കൊന്ന് മുറുക്കി വീണ്ടും ചോദിച്ച്, ഞാൻ ചാവോടി. ഇയാള് വിളിയും വിളിച്ചോണ്ട് എടുത്ത ഒരൊറ്റ ചാട്ടം താഴെ വീണു. കാലും കൈ ഓടിച്ചു കുടിച്ചിരിക്കല്ലേ, ബോധമില്ല, മുകളിലേക്ക് കെട്ടാൻ മറന്നു. ഇതാകരുത് നമ്മുടെ ശൈലി. ഖുർആൻ പഠിപ്പിച്ചു, നിന്റെ ഭാര്യയ്ക്ക് നല്ല ഉപദേശം നൽകണം പൊന്നുമോനെ. നീ അവിടെ തീരും അവരുടെ പ്രശ്നം. ഇനി അവിടെയും തീരുന്നില്ല പ്രശ്നമെങ്കിൽ രണ്ടാമത്തെ മാർഗം ഖുർആൻ പഠിപ്പിക്കുന്നു. ഖുർആൻ രണ്ടാമത്തെ മാർഗം പറഞ്ഞു. സമയം ഒരുപാട് നീണ്ടു പോകുന്നുണ്ട്. ഖുർആൻ രണ്ടാമത്തെ മാർഗം പറഞ്ഞു, നിന്റെ കിടപ്പറയിൽ നിന്ന് മാറ്റി കിടത്തുക. പ്രയോഗം ശ്രദ്ധിക്കണേ. മനഃശാസ്ത്രപരമായി ഖുർആൻ ശരിക്കും പിടിച്ചൊലക്കെ. ഇവരുടെ പ്രകൃതി അറിയുന്ന അല്ലാഹ് നമുക്ക് കിട്ടൂല. ഇവരുടെ മനസ്സ് വായിക്കാൻ പറ്റൂല. പെണ്ണിന്റെ മനസ്സിന്റെ ആ ഒരു പോക്ക് ഇന്ന് വരെ പിടുത്തം കിട്ടിയിട്ടില്ല. അവരെ സൃഷ്ടിച്ച അല്ലാഹ് പഠിപ്പിക്കുന്നുണ്ട് ഇവരെ എങ്ങനെ നിയന്ത്രിക്കണം. രണ്ടാമത് അവരുടെ മുമ്പിൽ കാർക്കശ്യം കാണിച്ചാലൊന്നും നടക്കുന്നില്ല. അതിനപ്പുറം അവര് തിരിച്ചു കാണിക്കും. തല്ലാൻ പറഞ്ഞാൽ ഒന്നുകൂടെ തല്ലാൻ പറയും. അവസാനം ഒടിഞ്ഞ് താഴെ വീണാലും പറയും, ധൈര്യം അപ്പോഴും ആള് തീരാറായിട്ടുണ്ടാവും. ഇതാ പറയാം. അതിനങ്ങനെയൊന്നും മരിക്കാൻ പറ്റില്ല. ഖുർആൻ സുന്ദരമായി പഠിപ്പിക്കില്ല. അതല്ലേ നബി എന്ന ഭർത്താവ് ലോകത്തിന് കാണിച്ചു തന്നത്. രണ്ടാമത്തെ മാർഗം ഖുർആൻ പറഞ്ഞു, കിടപ്പറയിലൊന്ന് മാറ്റി കിടത്ത്. ഖുർആൻ പറഞ്ഞത് കേട്ടോണ്ട് ഉടനെ വിളിച്ച് പള്ളി കമ്മിറ്റിക്കാരെ കൈ വീട്ടിൽ കൊണ്ടാക്കി. ഖുർആൻ പറഞ്ഞത് മാറ്റി കിടത്താനാണ്, ഞാൻ മാറ്റിയിരിക്കും. ഇങ്ങനെയല്ല, അൽ മലാജി നിന്റെ ബെഡ്റൂമിൽ നിന്റെ കിടപ്പറയിൽ മാറ്റി കിടത്തി. അടുത്ത റൂമിലും അല്ല, അപ്പുറത്തെ വീട്ടിലും അല്ല, നിന്റെ ബെഡ്റൂമിൽ നിന്റെ കിടക്കയിൽ നിന്ന് മാറ്റി കിടക്കണം. പായിൽ നിനക്ക് അവകാശമില്ല എന്റെ കൂടെ കിടക്കാൻ. അവള് തറയിലും കിടക്കുക, നീ മുകളിലും കിടക്കുക. നീ കട്ടിലിന്റെ മുകളിൽ, അവള് തറയിലും പായിലും ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇന്നലെ വരെ ഒരുമിച്ച് കിടന്നവരാ. ഖുർആൻ പറഞ്ഞ ഭാഷയും കെട്ടുകൊണ്ട് കിടത്തിയതാ. പുല്ല് കിടത്തുകയും ചെയ്ത് ഉറക്കവും പറഞ്ഞില്ല. ഇതാ ശൈലി. ഇതാ ഖുർആൻ പറയണത്. ഇതിനാ ഖുർആൻ ഈ പഠിപ്പിക്കുന്നത്. അൽ മലാജി കിടന്നോക്ക്, അങ്ങനെ തന്നെ തിരിയും. നമ്മളെ പ്രകൃതി അളന്നിട്ടാണ്. മാറ്റി കിടത്തിയാലും നീ മനസ്സ് വരില്ല. ഇതാണ് ഖുർആൻ. ഒരുമിച്ച് കിടക്കണം. നീ കട്ടില് കിടക്കടി. അവിടെ കിടത്തിയ കുറച്ച് കഴിയുമ്പോ നീ എന്നെ തുടങ്ങും. പടച്ചോനെ, അബൂറബീന്റെ പ്രസംഗമൊക്കെ ഇന്നലെ പോയി അങ്ങനെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഉണ്ടായിരുന്നു. കാരണം ഒരു രക്ഷയില്ല. ചിരി വരുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ? കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല. ഒന്നേ നീ എന്നെ ബലം ഇല്ലെങ്കിൽ അവിടെ നിന്ന് തുടങ്ങും. അങ്ങോട്ടും പറഞ്ഞിരുന്നു, ഇങ്ങോട്ടും പറഞ്ഞിരുന്നു. ഉറക്കവും വരുന്നില്ല. വെറുതെ വെള്ളം ഉണ്ടാക്കി അവളെ എന്നെ ഇങ്ങോട്ട് പറയും, നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കി.
നിങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ആവശ്യമില്ലാതെ കയറി വന്നിട്ട് ഉടനെ എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിരിക്കണം, വെറുതെ ഇരുന്ന് എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിരിക്കണമെന്ന് പറഞ്ഞു ഒരു പക്ഷേ അവിടെ നിന്ന് തുടങ്ങും. അപ്പൊ നീ ചിലപ്പോൾ അവിടെ അടയും കടി എന്നൊക്കെ നീ തിരിച്ചു പറയും. കുറച്ച് കഴിഞ്ഞിട്ട് നീ ഒന്നും അനങ്ങുന്നില്ല എന്ന് കണ്ട അവളെ വീണ്ടും തുടങ്ങും. എന്തൊരു മനസ്സാന്തോ, ഇങ്ങനെ ഉണ്ടാവും മനുഷ്യന്മാര്. കശ്മലം അല്ലാത്തൊരവസ്ഥ ഒന്നും വിളിക്കണോലുമില്ല. ഞാനെല്ലാം മണക്കൊക്കെ മാറിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയും, ഇല്ലെങ്കിൽ നീ അങ്ങോട്ട് തിരിയും. എങ്ങനെങ്കിലും അന്നത്തെ രാത്രി പിരിയുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന്, ഇത് അബൂറബിയെ പറയല്ല, നമ്മുടെ പ്രകൃതി അറിയുന്ന, നമ്മുടെ വാശി അറിയുന്ന, ഈ വർഗത്തെ അറിയുന്ന, ഇവരുടെ വാശിയും ഇവരുടെ അബലതയും ഇവരുടെ ദൗർബല്യവും അറിയുന്ന അല്ലാഹു പറയുന്നു, നഗരൂരിലെ അനുഗ്രഹീത പെങ്ങളാണെങ്കിൽ അന്നത്തെ രാത്രി കൊണ്ട് തീരും നിങ്ങളെ പ്രശ്നം. നിങ്ങൾ എന്തിനാ പള്ളി കമ്മിറ്റിക്ക് ലെറ്റർ കൊടുക്കണേ? നിങ്ങൾ എന്തിനാ കൗൺസിലിങ്ങിനെ വിധേയപ്പെടുത്തുന്നത്? നിങ്ങൾക്ക് എന്താ മാനസികരോ? നിങ്ങൾ ഒതുക്കണം നിങ്ങളെ പ്രശ്നങ്ങൾ. നാണക്കേടല്ലേ? ഇനി അവിടെയും തീരല്ല പ്രശ്നം. മുറ്റ ആള് നഗരൂരുകാരിയല്ല, ഇങ്ങനെയല്ലേ പറയാൻ പറ്റും. കാരണം എനിക്ക് കഴിഞ്ഞ് പോണം, നാളെ ഇതുവഴി വരണം ഒക്കെ പ്രശ്നം ഉണ്ടാതെ കൂടെ വേണം കേട്ടവനെ. ഇനി അവിടെ ഒതുങ്ങളുടെ പ്രശ്നം ഇത്തിരി കട്ടിയ ആള് ഇച്ചിരി മുറ്റ. പിന്നെന്ത് ചെയ്യാനാ? അവസാനത്തെ മാർഗം അല്ല പഠിപ്പിച്ചോ. ഈ രണ്ട് പ്രശ്നത്തിലും നിന്റെ പെണ്ണൊതുങ്ങുന്നില്ലെങ്കിൽ മൂന്നാമത്തെ മാർഗം അല്ല പറയുന്നു, അടിച്ചേക്ക്. ഇതൊന്ന് കേട്ടാ മതി, ബാക്കി ഞങ്ങൾ ഏറ്റു. എന്താടിയാന്നറിയോ? ഓ ചെറുപ്പക്കാർ നമ്മളെ മക്കളൊക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. മക്കളെ ഏതടിയാന്ന് പറഞ്ഞോ, ബാക്കി കൂടെ കേട്ടിട്ട് പോണേ. ഉസ്താദ് അബൂ റഫീസ അടിക്കണമെന്ന് പറഞ്ഞു, ഇനി വരങ്ങ് പോകും, ബാക്കിയെല്ലാം ഇരുന്ന് ഉറങ്ങും. പണ്ടില്ല അള്ളാഹെ കാണാൻ പോയ കഥ പറഞ്ഞതൊക്കെ അവസാനം ഇരുന്ന് ഉറങ്ങും. അടിക്കണമെന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഈ രണ്ട് കർമ്മം എന്തെങ്കിലും ചോദിച്ച് മൂന്നാമത്തെ അടിയാണ്. ആൾക്കാരെ വിളിച്ചിട്ട് എന്താടാ കുടുംബജീവിതം കേട്ടിട്ട് ഇങ്ങനെ തല്ലടാ, നിങ്ങളാരും ക്ലാസ് കേട്ടില്ലേ, വാഴ കേട്ടില്ലേ? ഞാൻ നന്നായിട്ട് കേട്ടു. ഉസ്താദ് പറഞ്ഞ മൂന്നാമത്തെ മാർഗം അടിക്കാൻ, ആ അടിയായി അടിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല ഖുർആൻ പറഞ്ഞ അടി. പിന്നെയോ, പൊട്ടരുത്, വേദനിക്കരുത്, ചുവക്കരുത്, നോവരുത്. പിന്നെന്തിനാ അടിക്കുന്നത്? പിന്നെന്തിനാ അടിക്കണ പ്രിയപ്പെട്ടവരെ? ഇവിടെയാണ് ഖുർആൻ, ഇവിടെയാണ് ഖുർആൻ നമ്മുടെ ഭാര്യമാരോടുള്ള ഓമനത്വം പഠിപ്പിക്കുന്നത്. അടിക്കണം നീ അവളെ. എന്തിനാണെന്നറിയോ? നീ അങ്ങനെ അവളെ വേദനിപ്പിക്കാറില്ല. ഒരു സാമ്പിൾ ഞാൻ പറയാം. നമ്മളെ ഭാര്യമാരെ പലരും പേര് വിളിക്കാറില്ല. ഓമനത്തോടെ എന്തെങ്കിലും ഡേ എന്തെങ്കിലും ഒരു, അതല്ലെങ്കിൽ ചിലപ്പോ പേര് വിളിക്കും. പേര് വിളിക്കുന്നവർ ചിലപ്പോ എടിയെന്നോ എവിടെയെന്നൊന്നും വിളിക്കില്ല. അപ്പൊ നമ്മളിങ്ങനെ ഈ ഓമനത്തോടെ വിളിച്ചിരുന്നിട്ട് പെട്ടെന്ന് ദേഷ്യം വരുമ്പോ ഈ ഓമനത്തോടെ വിളിച്ചിരുന്ന ആള് പെട്ടെന്ന് പേര് വിളിക്കും, ഇവിടെ വാ. അല്ലെങ്കിൽ അതുവരെ വേറെന്തെങ്കിലും വിളിച്ചോണ്ട് എങ്ങനെ വരും? ഓടി വന്നിട്ട് നിങ്ങൾ എന്നെ എടിയെന്ന് വിളിച്ചോ, നിങ്ങൾ എന്റെ പേര് വിളിച്ചോ, ഞാൻ പൊരുത്തപ്പെടൂല കേട്ടോ. പെട്ടെന്ന് മാറി. ഇതാ മനസ്സ്, ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ കിടന്ന് ബദർ യുദ്ധം നടത്താന്ന് വിചാരിച്ചാൽ വല്ലതും നടക്കും. ഇത് വെറുതെ കലവും ചലയും കേട്ട് വരുത്താന്നല്ല, നാളെ നമ്മളെന്നെ പോയി വാങ്ങേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്നെ അങ്ങനെ വിളിച്ചോ, ഞാൻ മിണ്ടുന്നുണ്ടോ. ഇങ്ങനത്തെ ഒരു ശൈലി ഇതാ ഖുർആൻ പറയാൻ. ഇതുവരെ അടിച്ചിട്ടില്ല, ഇതുവരെ നുള്ളിയിട്ടില്ല, ഇതുവരെ നോവിച്ചിട്ടില്ല. നീ അടിയുടെ ഒരു പ്രഹസനം നടത്തുമ്പോ അവള് പെട്ടെന്ന് ചിന്തിക്കും, അല്ല പറയേ. അവള് ചിന്തിക്കും, പടച്ചോനെ എന്റെ ഭർത്താവ് ഇന്ന് വരെ എന്നെ നോവിച്ചിട്ടില്ല, ആ ഭർത്താവ് എനിക്കെതിരെ കമ്പെടുത്തോ, എന്നെ ഒന്ന് തല്ലിയോ, പ്രശ്നങ്ങൾ അത്രത്തോളം എത്തിയോ. ഇച്ചിരി മതി ഭയം കൂടാൻ, ബാക്കി നമ്മളെ കണ്ണടച്ചു കൊടുത്താൽ മതി. ബാക്കി അവര് അവിടെ നിന്ന് വേദനിച്ചോളും. ഇനി കാര്യങ്ങൾ കൈവിട്ടു പോകും, അവിടെ തീരും അവളുടെ പ്രശ്നം. അങ്ങനെ ഈ മൂന്ന് പ്രശ്നങ്ങളിലൂടെ നഗരൂരിലെ പ്രിയപ്പെട്ട ഭർത്താവേ, നിന്റെ ബെഡ്റൂമിന്റെ ഉള്ളറയിലൂടെ പിണക്കം മാറ്റാൻ നിനക്ക് കഴിയുമെന്ന് നിന്റെ പ്രകൃതി അറിയുന്ന, നിന്റെ ഭാര്യയുടെ പ്രകൃതി സൃഷ്ടിച്ച യജമാനനായ അല്ലാഹു പറയുമ്പോ അടുത്ത മാർഗം അല്ലാഹു തആല പറയുന്നു, ഫഇൻ അതഅനകും ഫലാ തബ്ഗൂ അലൈഹിന്ന സബീല. ഈ മൂന്ന് മാർഗത്തിലൂടെ നിന്റെ പ്രശ്നം തീരുമ്പോ, നിന്റെ ഭാര്യയുടെ പിണക്കം തീരുമ്പോ, നാലാമതൊരു മാർഗം നീ സ്വീകരിക്കല്ലേ മോനെ. നീ നഗരൂര് ജമാഅത്തിന്റെ കത്ത് കൊടുക്കല്ലേ മോനെ. ഒരു കുടുംബ കോടതിയും കയറിയിറങ്ങല്ലേ മോനെ. നാട്ടുകാരെ വിളിച്ച് മധ്യസ്ഥ വഹിപ്പിക്കരുതേ മോനെ. നിന്റെ അയൽക്കാരെടുത്ത് പരാതിയുമായി കടന്നു ചെല്ലല്ല ഭർത്താവേ. ഫലാ തബ്ഗൂ അലൈഹിന്ന സബീല. ഇനി
ഒരു മാർഗം നിങ്ങൾ സ്വീകരിക്കരുത്. നിങ്ങൾ ആണത്തമുള്ള ഭർത്താക്കന്മാരാണെങ്കിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, ചെറിയ തോതിലൊന്ന് മനസ്സിലാക്കുക. ഇനി എന്റെ നഗരൂരത്തെ സഹോദരിമാരും ഉമ്മമാർ ഇച്ചിരി ഒന്ന് മനസ്സിലാക്കുക. അങ്ങോട്ട് ആരങ്ങളെ ഭർത്താവെന്നറിയോ? അവരങ്ങനെ സുഖിച്ചിരിക്കരുത്, ഇന്ന് പോലെ വീട്ടിൽ കുറച്ച് സമാധാനമായിട്ട് കഴിയാമെന്നും പറഞ്ഞു. ആരങ്ങളെ ഭർത്താവെന്നറിയോ? നിങ്ങൾക്ക് കൊഞ്ഞന കുത്താനുള്ളവരല്ല, നിങ്ങൾക്ക് മുറുമുറുത്ത് സംസാരിക്കാനുള്ളവരല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോൾ പോയിരിക്കുന്നു പോയെടുത്തു എന്ന് പറയേണ്ടവരല്ല. നിങ്ങളെ വീട്ടിലേക്ക് കയർന്നു വരുമ്പോ നാൽക്കാലികളെ പോലെ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കേണ്ടവരല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളും നാൽക്കാലികളാണെങ്കിൽ എന്ത് വ്യത്യാസം? ഇതല്ല ഭർത്താവ്. നിങ്ങളെ ഭർത്താവ് എത്ര സൗന്ദര്യം കുറഞ്ഞവനും ആകട്ടെ, എത്ര വിദ്യാഭ്യാസം കുറഞ്ഞവനും ആകട്ടെ, എത്ര ബുദ്ധി കുറഞ്ഞവനും ആകട്ടെ, അവൻ വീട്ടിലേക്ക് കയറി വരുമ്പോ ബഹുമാനിച്ച് ആദരിച്ച് എഴുന്നേറ്റേ പറ്റും. അവൻ ചോദിക്കുമ്പോ ദയിരിക്കുന്ന എടുത്തു കുടിച്ചോ എന്നല്ല പറയേണ്ടത്, നീ എടുത്തു കൊടുക്കേണ്ടതാണ് നിന്റെ ധർമ്മം. ഇല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും തീർച്ച. ഇതൊന്നൊരു ചെറിയ വിഷയമല്ല. ഭാര്യയുടെ കർത്തവ്യം എന്തെന്ന് നാളെ റബ്ബ് ചോദിക്കും. നീ ഉത്തരം പറയേണ്ടത്. ഞാൻ അവിടെ എടുത്ത് വെച്ചു കൊടുത്ത് പോയി പിടിക്കാൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ പിടിക്കും നിന്നെ അവിടെ ഇട്ട്. കാരണം ആരാ നിന്റെ ഭർത്താവെന്നറിയോ? ചെറുതല്ല നിന്റെ ഭർത്താവ്, നിന്റെ സ്വർഗവും നിന്റെ നരകവും നിന്റെ ഭർത്താവ്. ബാക്കി നീ ചിന്തിച്ചാൽ മതി, നിനക്ക് എന്ത് കിട്ടുമെന്ന്. ബാക്കിയൊക്കെ അവിടെ നിൽക്കും, ബാക്കിയെല്ലാം അവിടെ നിൽക്കും. നിന്റെ ഇബാദത്ത് കംപ്ലീറ്റ് അവിടെ നിൽക്കും. നിന്റെ ഭർത്താവിന്റെ പൊരുത്തം നിനക്കുണ്ടോ പെങ്ങളെ? കുടുംബജീവിതം ആലോചിക്കും. അവിടെ പൊരുത്തമാണ് നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിനക്ക് സ്വർഗമുണ്ടോ? പ്രതീക്ഷിക്കുക. അതല്ല, ഭർത്താവ് നിന്നെ കൊണ്ട് വല്ലാതെ പൊറുതിമുട്ടെ, വല്ലാതെ പ്രയാസപ്പെടെ. നിന്റെ നാവ്, നിന്റെ പ്രവൃത്തി, നിന്റെ പെരുമാറ്റം, ഇതെല്ലാം പുള്ളിയെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അപകടമാണ് നിന്റെ ജീവിതം. മരണത്തിന് ശേഷം നിന്റെ കാത്തിരിക്കുന്നത് മിക്കവാറും നരകമായേക്കാം. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇതെന്റെ വാക്കല്ല, നബിയുടെ മുമ്പിലേക്ക് അൻസാറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഭാര്യയും വിളിച്ചുകൊണ്ട് ഭർത്താവ് കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയെ കണ്ടോ, രാവും പകലും വിശ്രമം ഇല്ലാതെ കഷ്ടപ്പെട്ടിട്ടാ ഞാൻ വീട്ടിലേക്ക് കടന്നു വരുന്നത്. കടന്നു വന്നാൽ ഇവൾ ഈ നാവ് കൊണ്ട് എന്നെ അതും ഇതും പറഞ്ഞ്, ഇല്ലാത്തതും പൊല്ലാത്തതും പറഞ്ഞ് എന്റെ സമാധാനം നഷ്ടപ്പെടുത്തി കളയും. നബി സഹിച്ച് മടുത്ത് ഞാൻ വിഷമത്തോടെ പറഞ്ഞു. നബി തങ്ങൾ ചോദിച്ചു, തന്നെ പെണ്ണെ എന്ന് ചോദിച്ചു. സ്വഹാബത്ത് കള്ളം പറയില്ല, തലകുനിച്ച് നിന്നു. നബി തങ്ങൾ പറഞ്ഞു, കൈഫ അന്തി ബിഹി, നീ എന്ത് കണ്ടിട്ടാ പെണ്ണെ ഈ കിടന്ന് ചാടണത്? നീ എന്ത് കണ്ടിട്ടാ ഇവന്റെ സമാധാനം കെടുത്തേണ്ടത്? നിനക്കറിയോ, നിന്റെ സ്വർഗവും ഇവനാ, നിന്റെ നരകവും ഇവനാ. ഏത് വേണമെന്ന് നിനക്ക് തിരഞ്ഞെടുക്കാം. സ്വർഗമാണ് വേണ്ടതെങ്കിൽ ഇവനെ തൃപ്തിപ്പെടുത്തിക്കോ, നരകമാണ് വേണ്ടതെങ്കിൽ ഇനിയും നിനക്ക് അങ്ങനെ തന്നെ ജീവിക്കാം. നബിയുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോൾ നഗരൂരത്തെ പെങ്ങൾ ശ്രദ്ധിച്ചോ. ആരുമാകട്ടെ, ചിലപ്പോ നഗരൂരുകാര് തട്ടിക്കളിക്കുന്ന തരത്തിൽ വ്യക്തിത്വ വികാസം കുറഞ്ഞവനാകാൻ നിന്റെ ഭർത്താവ്. പക്ഷെ നിന്റെ ഭർത്താവ്, നിന്റെ ബാപ്പ, നൂറുകണക്കിന് മോമിനീങ്ങളുടെ സാന്നിധ്യത്തിൽ രണ്ട് സാക്ഷികളുടെ നിർബന്ധ വ്യവസ്ഥയിൽ അനുഗ്രഹീത ഇമാമാണ് നിന്റെ കൈപിടിച്ചു കൊടുത്തത് നിക്കാഹ് പരിശുദ്ധ കർമ്മത്തിലൂടെ. അതോടുകൂടി ഭർത്താവ് നിന്റെ മുമ്പിൽ രാജാവായി മാറ്റപ്പെട്ടു പോയി. എന്താ അവന്റെ സ്ഥാനം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് അൻസാറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗം സ്വഹാബത്ത് കടന്നു വന്നു. എന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയേ, ഞങ്ങളെ ഒട്ടകത്തിന്റെ പേ പിടിച്ചു നബിയേ, ഞങ്ങളെ പേ പിടിച്ച ഒട്ടകം ആക്രമണോത്സക ക്രൗര്യതയോടുകൂടി നിൽക്കുന്നു. ഒരാൾക്കും അടുക്കാൻ കഴിയുന്നില്ല, ഒരാൾക്കും വഴിപ്പെടുത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് നബിയേ, അങ്ങ് ഞങ്ങളെ ഒട്ടകത്തെ വഴിപ്പെടുത്തി തരണേ നബിയേ. ഇത് കേൾക്കേണ്ട താമസം നബി തങ്ങൾ അവിടെ ഒരുമിച്ച് കൂടിയ സ്വഹാബത്തിനെയും വിളിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തുൽ കിറാമുണ്ട്. എല്ലാവരെയും വിളിച്ചുകൊണ്ട് അൻസാറുകളുടെ ഗോത്രപ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു. അങ്ങനെ ചെന്ന് നോക്കുമ്പോ ചുറ്റുവട്ടത്ത് നൂറുകണക്കിന് വരുന്ന മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടി നിൽക്കുന്നു. പക്ഷേ തലയെടുപ്പോടുകൂടി ആര് തന്റെ അടുത്തേക്ക് വന്നാലും അവരെ അടിച്ചു തീർക്കുമെന്ന ക്രൗര്യതയോടുകൂടി, എന്ന തൃഷ്ണയോടുകൂടി, എന്ന സംഹാരിത മനോഭാവത്തോടുകൂടി നിൽക്കുന്ന, തല ഉയർത്തി നിൽക്കുന്ന ഒട്ടകത്തെ കണ്ടു. ഒരാളും അടുക്കുന്നില്ല. കണ്ടപാടെ നബി തങ്ങൾ കൂസലില്ലാതെ ഒട്ടകത്തിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുന്നു. ഉടനെ സ്വഹാബത്ത് വിളിച്ചു പറഞ്ഞു, നബിയേ, ഭ്രാന്ത് പിടിച്ച ഒട്ടകമാണ് നബിയേ. ഈ സമയത്ത് അങ്ങാരാണ് നീ ഒട്ടകത്തിന് തിരിയില്ല നബിയേ. അതുകൊണ്ട് ഒട്ടകത്തിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലല്ല. والله ما بعد الحبيب محمد
എന്റെ പ്രിയപ്പെട്ടവരെ കാണാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയില്ല. എന്തോരു സൗഭാഗ്യവാന്മാരാണ് സ്വഹാബത്തുൽ കിറാം എന്ന് തിരിച്ചറിയുക. പൂനിലാവ് പോലും കാണിച്ചു പോകുന്ന നബി തങ്ങളുടെ സുന്ദരമായ സൗരഭ്യവും അതുപോലെ തന്നെ അടിമയുടെ ധർമ്മം പകൽ വെളിച്ചം പോലെ ലോകത്തിന്റെ ജീവിത ധർമ്മമാക്കി കാണിച്ചു കൊടുത്ത സുന്ദരമായ ജീവിതവും കൊണ്ട് അനുഗ്രഹീതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടകത്തിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുന്നു. പിടിപ്പടക്കങ്ങളായി സ്വഹാബത്തിന്റെ നെഞ്ചകം മാറി ഒട്ടകം നബി തങ്ങളെ ഉപദ്രവിക്കുമോ, അതിന്റെ ക്രൗര്യ സ്വഭാവം എടുക്കുമോ? സ്വഹാബത്ത് ഞെട്ടലോടുകൂടി കൊണ്ട് നിൽക്കുന്നു. നബി തങ്ങൾ ഒന്നും അറിയാത്തതുപോലെ ഒട്ടകത്തിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുന്നു. ഒരു സൂചി വീണാൽ അതുപോലും കിടിലൻ ശബ്ദമായി മാറുന്ന തരത്തിലുള്ള നിശബ്ദത. എല്ലാവരും പേടിയോടുകൂടി നബി തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നു. പക്ഷേ നബി തങ്ങൾ ഒട്ടകത്തിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലേണ്ട താമസം ഒട്ടകം തന്റെ തല താഴ്ത്തുന്നു, അതിന്റെ മുട്ടുമടക്കുന്നു. ഒരാട്ടിൻകുട്ടിയെ പോലെ, അനുസരണയുള്ള പൂച്ചക്കുട്ടിയെ പോലെ നബി തങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒട്ടകം സമർപ്പണമാകുന്നു. ജാഅത് ലിദഅവതിഹിൽ അസ്ജാറു സാജിദതാ تمثيليه على ساق بلا قدم كأنما سطرا سطرا لما كتبا فروها من بديع الخلق في اللقم مثل الغمامة أن نثار صائرة تقيها الروضي سل الهجير رمي. ഒട്ടകം മുട്ടുകുത്തുമ്പോ നബി തങ്ങൾ ആ ഒട്ടകത്തെ തലോടുന്നു. സ്നേഹമസന്നതയോടുകൂടി അതിനെ തലോടിക്കൊണ്ട് നബി തങ്ങൾ അതിനോട് ഉപദേശം നൽകുന്നു. വേണ്ട, അതിക്രമമരുത്, ക്രൗര്യതയരുത്, മുതലാളിക്ക് വേണ്ടി വഴിപ്പെട്ട് ജീവിക്കലാണ് നിന്റെ ധർമ്മമെന്ന് പഠിപ്പിക്കുന്നു. അതിന്റെ മുമ്പിൽ വെച്ച് ലോകത്ത് നാൽക്കാലികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. നേരെ ഇതിന്റെ മുതലാളിയെ വിളിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഈ മിണ്ടാപ്രാണിയായ ജീവിയെ നീ വിശ്വസിക്കരുത്, അതിന്റെ ദാഹിക്കുന്ന തരത്തിൽ അതിനെ പിരിയുന്ന വെയിലത്തിടരുത്, അതിനെ താങ്ങാത്ത ഭാണ്ഡം ചുമപ്പിക്കരുത്, അതിനെ നിയന്ത്രണം വിട്ട് പണിയെടുപ്പിക്കരുത്. ഒരു നാൽക്കാലികളോട് പോലും എങ്ങനെ പെരുമാറണമെന്ന് ലോകത്തെ പഠിപ്പിച്ച ഈ അജയ്യനായ നേതാവിന് പകരം വയ്ക്കാൻ ലോകത്തൊരു നേതാവ് വേറെയുണ്ട്. പ്രിയപ്പെട്ടവരെ, വേദനയോടെ ഉണർത്തട്ടെ. അതിനാ സമൂഹത്തിന്റെ വികലമായ ചിത്രീകരണങ്ങളിലൂടെ ഈ നേതാവാണ് മോശമാക്കപ്പെടുന്നതെങ്കിൽ, ഈ നേതാവിനെയാണ് സിയോണിസത്തിന്റെയും ഫാസിസത്തിന്റെയും കരങ്ങളിലൂടെ വളരെ മോശമായി ലോകത്ത് ചിത്രീകരിക്കപ്പെടുന്നുവെങ്കിൽ പഠിക്കട്ടെ ഇവർ, ഈ നേതാവിനെ മനസ്സിലാക്കട്ടെ ഇവർ. അത്തരത്തിലുള്ള കാർട്ടൂണുകളുടെ പിന്നിൽ പ്രവർത്തിച്ചവർ പോലും അവസാനം ലോകത്തുള്ള ഈ വിപ്ലവം കണ്ടപ്പോ, ഈ ഇസ്ലാമിനെ പഠിക്കാതിരുന്നപ്പോ, ഈ സമുന്നത നേതാവിനെ പഠിക്കാതിരുന്നപ്പോ ഒരു ഓർമ്മമാനം കരയരുതെന്നും, ഒരു ഊർമാനം കരയരുതെന്നും, ഒരു മരണം അനാഥാർത്ഥപ്പെടരുതെന്നും, ഒരു നാടുകളും മൃഗീയമാക്കപ്പെടരുതെന്നും, ഒരു നാടുകളും വർഗീയതയാക്കപ്പെടരുതെന്നും, ഒരു കുട്ടി പോലും ഉപദ്രവിക്കപ്പെടരുതെന്നും, ഒരു പുൽനാമ് പോലും ആവശ്യമില്ലാതെ പുഴുതെടുക്കരുതെന്നും ലോകത്തെ പഠിപ്പിച്ച ഈ നേതാവിന്റെ കരുണയും കൃപയും വിശാലതയും ലോകം തിരിച്ചറിഞ്ഞപ്പോ ഇതേ പിന്നിൽ പ്രവർത്തിച്ചവര് പോലും മാനസാന്തരപ്പെട്ടുകൊണ്ട് നബി തങ്ങളുടെ വിശുദ്ധമായ റൗളയുടെ മുമ്പിൽ പൊട്ടിവീണ മാപ്പ് ചോദിച്ചെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിം ലോകത്തിന് എക്കാലത്തും അഭിമാനിക്കാനുള്ള അനുഗ്രഹീത നേതാവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റം കണ്ടോ പ്രിയപ്പെട്ടവരെ? നബി തങ്ങളുടെ ഉപദേശമൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് പിന്മാറിയപ്പോ ഈ ഒട്ടകം നബി തങ്ങളുടെ മുമ്പിൽ സുജൂദ് ചെയ്തു. ഇവിടെയാ പോയി. അത് കഴിഞ്ഞു. മറ്റൊരു സമയത്ത് നബി തങ്ങൾ പുറത്തിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ വല്ലാതെ ഖളാഉൽ ഹാജത്തിന് ആവശ്യം വന്നു, മലമൂത്ര വിസർജനത്തിന് ആവശ്യം വന്നു. നബിയുടെ പ്രത്യേകത ഭയങ്കരമായി പ്രിയപ്പെട്ടവരെ, മലമൂത്ര വിസർജനം നടത്തിയ ഒരു കുട്ടിക്ക് കാണാൻ കഴിയില്ല, അത് അപ്പോൾ തന്നെ ഭൂമി ഭക്ഷിക്കും അല്ലെങ്കിൽ വീഴും. ഏത് പദവും നമുക്ക് ഉപയോഗിക്കും, അത്ര പവിത്രമാണ് നബി തങ്ങൾ. ഉടനെ നബി തങ്ങൾ കൂടുതൽ സ്വഹാബി വിളിച്ചിട്ട് പറഞ്ഞു, ദൂരെ ദിക്കിലുള്ള ഒരു കൂട്ടം മരങ്ങൾ നോക്കിയിട്ട് പറഞ്ഞ് വിളിക്കാൻ നബി വിളിക്കുന്നു എന്ന് പറയാൻ ഒരു നേതാവുണ്ട് പ്രിയപ്പെട്ടവരെ. നേരെ ചെന്നു മരങ്ങളോട് പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി യദ്ഉക്,
നിശ്ചയം നബി തങ്ങൾ നിങ്ങളെ വിളിക്കുന്നുണ്ട്, വരാൻ പറഞ്ഞു. ഉടനെ എന്ത് സംഭവിച്ചെന്നറിയോ? മരല്ലേ എന്നാ വിചാരം? അല്ല, അസ്ജാറു സാജിദതാ തംശീ ഇലൈഹി അലാ സാഖിൻ ബിലാ ഖദമി مثل الغمامة أن نصار صائرة تقيها الوطي سل الهجير حبيب നബി തങ്ങൾ വിളിച്ചു എന്ന് കേൾക്കേണ്ട താമസം. പൈലിൻ പോലത്തെ കൊടുങ്കാറ്റുകൾ ഇന്ത്യയുടെ തെരുവോരങ്ങൾ ആഞ്ഞടിച്ചപ്പോ ഒഡീഷയടക്കമുള്ള ഇന്ത്യയുടെ ചരിത്ര പ്രസിദ്ധമായ ചരിത്രപൂർവ്വമുള്ള മണ്ണുകൾ പോലെ യുദ്ധകളങ്ങളായി മാറിയെങ്കിൽ ഈ കൊടുങ്കാറ്റിൽ ആഞ്ഞടിക്കുമ്പോ അലയടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിഴുതെറിയപ്പെടുന്ന മരച്ചില്ലകൾ പോലെ ഈ സമാധാന അന്തരീക്ഷത്തിൽ പോലും നബി തങ്ങൾ വിളിക്കുന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോ ഈ മരക്കൂട്ടങ്ങൾ ഇളകാൻ തുടങ്ങി, അതാടാ തുടങ്ങി, അതാടി ഉലകുകൊണ്ട് സ്വയം പിഴുതുമാറി. എന്നിട്ട് അത് നബി തങ്ങളുടെ മുമ്പിലേക്ക് ഒഴുകി വരാൻ തുടങ്ങി. നബി തങ്ങൾക്ക് മറസിട്ടിച്ചു, നബി തങ്ങൾ ആവശ്യം നിർവഹിച്ചു. അവസാനം മരങ്ങളോട് തിരിച്ചു പോകാൻ പറഞ്ഞു. നബി തങ്ങൾ പറയേണ്ട താമസം ഈ മരക്കൂട്ടങ്ങൾ ഒന്നാകെ നബി തങ്ങൾക്ക് സുജൂദ് ചെയ്തു. അത്ഭുതം പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ബുദ്ധിയില്ലാത്ത ഒട്ടകം നബിക്ക് സുജൂദ് ചെയ്തു, നിർജീവമായ മരക്കൂട്ടങ്ങൾ നബിക്ക് സുജൂദ് ചെയ്തു. ഈ രണ്ട് വിവരങ്ങളും തിരിച്ചറിഞ്ഞ സാക്ഷികളായ സ്വഹാബത്തുൽ കിറാം സൽമാൻ അൽ ഫാരിസി എന്ന പേർഷ്യക്കാരനായ ബുദ്ധിരാക്ഷസനായ സ്വഹാബിയെ ചട്ടം കൂട്ടി. എന്നിട്ട് അവരെല്ലാവരുടെയും ശബ്ദമായി മഹാനായ സൽമാൻ അൽ ഫാരിസി നബി തങ്ങളുടെ മുമ്പിലെത്തി. എന്നിട്ട് പറഞ്ഞു, നബിയേ, ബുദ്ധിയില്ലാത്ത ഒട്ടകം അങ്ങക്ക് സുജൂദ് ചെയ്തല്ലോ നബിയേ, നിർജീവമായ മരക്കൂട്ടങ്ങൾ അങ്ങക്ക് സുജൂദ് ചെയ്തല്ലോ നബിയേ, ഞങ്ങളാണ് അങ്ങക്ക് സുജൂദ് ചെയ്യാൻ ഏറ്റവും അവകാശപ്പെട്ടവർ, അതുകൊണ്ട് ഞങ്ങളൊന്ന് സുജൂദ് ചെയ്യട്ടെ നബിയേ. വർഷങ്ങളായി കൊതിച്ചു നടക്കുന്ന വലിയൊരു ആഗ്രഹമാണ് അങ്ങയുടെ ശറഫാക്കപ്പെട്ട കാൽപാദങ്ങളിൽ ഞങ്ങളെ ചുണ്ടുകൾ അമർത്തിക്കൊണ്ട്, ഞങ്ങളെ നെറ്റിത്തടങ്ങൾ അമർത്തിക്കൊണ്ട് ഞങ്ങൾ അങ്ങക്ക് വേണ്ടി പഞ്ചപുച്ഛമടക്കി സമർപ്പിക്കട്ടെ നബിയേ. ആഗ്രഹത്തോടുകൂടി, കൊടിയോടുകൂടി, അത്യാഗ്രഹത്തോടുകൂടി സ്വഹാബത്ത് ചോദിച്ചപ്പോ നബി തങ്ങൾ അനുവദിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് പെങ്ങളെ നിന്റെ ഭർത്താവിന്റെ സ്ഥാനം തിരിച്ചറിയേണ്ടത്, ഇവിടെയാണ് നിന്റെ ഭർത്താവിന്റെ വില തിരിച്ചറിയേണ്ടത്. അവൻ എത്ര ബുദ്ധി കുറഞ്ഞവനുമാകട്ടെ, അവനെ തൊട്ടാൽ പൊള്ളും നിങ്ങളുടെ ജീവിതം, പൊള്ളും നിങ്ങളുടെ ആഖിറം, നശിക്കും നിങ്ങളുടെ സ്വർഗം. തിരിച്ചറിയുക, അല്ലാഹ് മാപ്പ് തരുമെന്ന പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ട. അത്ര ഭീകരമാണ് നിങ്ങളുടെ ഭർത്താവിനോടുള്ള നിങ്ങളുടെ ബാധ്യത. നബി തങ്ങൾ പറഞ്ഞു, പറ്റില്ല, പറ്റില്ല സൽമാൻ, എനിക്ക് സുജൂദ് ചെയ്യാൻ പറ്റില്ല. ഒരടിമയും മറ്റൊരടിമയ്ക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. അല്ലാഹുവല്ലാതെ മറ്റൊരാൾക്കും ഒരാൾ സുജൂദ് ചെയ്യരുത്. സുജൂദിന്റെ അവകാശം അല്ലാഹുള്ളതാണ്. അതുകൊണ്ട് പരമോന്നത കോടതിയുടെ ഉടമസ്ഥനായ, പരമോന്നത നീതിപീഠത്തിന്റെ യജമാനനായ, സ്ഥലകാല സങ്കല്പങ്ങൾക്ക് അതീതനായ അല്ലാഹുക്ക് മാത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. അഥവാ ഇനി ആരെങ്കിലും ഭൂമി മുന്നിൽ മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യണമായിരുന്നുവെങ്കിൽ, അങ്ങനെ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ, ഒരിക്കലും എനിക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ നിങ്ങളെ അനുവദിക്കുമായിരുന്നില്ല, എനിക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുമായിരുന്നില്ല. മറിച്ച് ഒരാള് മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യണമെങ്കിൽ പെണ്ണിനോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു, ഭാര്യയോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു, അവളുടെ ഭർത്താവിന്റെ കാൽച്ചുവട്ടിൽ സുജൂദ് ചെയ്യാൻ. അതേ ഉമ്മ, അതേ നഗരൂരത്തെ പെങ്ങളെ, അല്ലാഹു സുജൂദ് എങ്ങാനും അനുവദിച്ചു തന്നിരുന്നുവെങ്കിൽ, മുത്തുനബി അനുവദിച്ചു തന്നിരുന്നുവെങ്കിൽ, ഇത് നിങ്ങളോട് പ്രസംഗിക്കുന്ന അബൂറബീന്റെ വാക്കല്ല, നബി തങ്ങളാണ് പഠിപ്പിച്ചത്. മോളെ, ആരാണ് നിന്റെ കെട്ടിയവനെന്ന് തിരിച്ചറിഞ്ഞോ, ആരാണ് നിന്റെ മക്കളുടെ പ്രിയപ്പെട്ട പിതാവെന്ന് തിരിച്ചറിഞ്ഞോ, ആരാണ് നിന്റെ ഭർത്താവിന്റെ വില എന്താണ്
എന്താണെന്ന് മനസ്സിലാക്കിക്കോ. അങ്ങനെ എങ്ങാനും നബിത്തങ്ങൾ അനുവദിച്ചിരുന്നുവെങ്കിൽ ഓരോ ദിവസവും രാവിലെ സുബഹിക്ക് വേണ്ടി ഒന്നുവെടുത്തിട്ട് ആദ്യം നിങ്ങളുടെ ഭർത്താവിന്റെ കാൽ ചുവട്ടിൽ വെച്ച് അവന്റെ കാൽപാദങ്ങളിലേക്ക് സുജൂദ് ചെയ്യാൻ നിങ്ങളോട് കൽപ്പിക്കുമായിരുന്നുവെന്ന് കാലത്തിന്റെ മുത്തുമോമിനീങ്ങളുടെ സത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ ഇത് തന്നെ പോരെ ആരാ ഭർത്താവ് എന്ന് മനസ്സിലാക്കാൻ? ഇത് തന്നെ പോരെ പ്രിയപ്പെട്ട സഹോദരിമാരെ? ഭർത്താവിനോടുള്ള ബാധ്യത കേട്ടിട്ട് കല്യാണം കഴിക്കാത്തവരുണ്ട്. ഭർത്താവിനോടുള്ള ബാധ്യത കേട്ടിട്ട് നബിയുടെ കാലത്ത് മഹദിയായ അല്ല പിന്നെ അൻസാറിൽപ്പെട്ട ഒരു മഹദി, ഈ മഹദി എത്ര പറഞ്ഞിട്ടും കല്യാണത്തിന് തയ്യാറായി. അവസാനം വീട്ടുകാരും കുടുംബമൊക്കെ ഈ മഹദി എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ വന്നിട്ട് അവസാനം അവരെ വിളിച്ചു നേരെ കൊണ്ടുവന്ന് നബിയുടെ മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു, നബിയെ എത്ര പറഞ്ഞിട്ടും ഇവളൊരു ഭർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറല്ല, എന്ത് ചെയ്യും? അതുകൊണ്ട് അവിടെ നിന്ന് ഉപദേശിക്കാൻ പറഞ്ഞു. എന്താ ഭർത്താവ് എന്ന് തിരിച്ചറിഞ്ഞോ? കളിയാളല്ലത്. അവൻ വരുമ്പോ ടിവിയുടെ മുമ്പിൽ തപസ്സിരുന്നാലൊന്നും പറ്റൂല. ടിവിയുടെ മുമ്പിൽ തപസ്സിരിക്കും. അവൻ വെള്ളം ചോദിച്ചാൽ പറയും പരസ്യം വരട്ടെ, പരസ്യം വരുമ്പോ തരാൻ. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഭർത്താക്കന്മാരെ കണ്ടിട്ടാണ് ഇവരൊക്കെ പരസ്യം നിശ്ചയിച്ചെന്ന് തോന്നുന്നു. പരസ്യം പ്രോത്സാഹിപ്പിക്കേണ്ട കാലമാണ്. ഇനി അഥവാ അതിനിടയിൽ ഞാൻ ആരെങ്കിലും 10 പേര് വിരുന്നുകാരും കൊണ്ട് വന്ന ഈ പാവപ്പെട്ട അന്നത്തെ ദിവസം പട്ടിണിയാണ്, ഒരു സാധനം തരില്ല. ഇനിയൊരു പള്ളിയിൽ നിസ്കരിക്കാനും പോണ്ട, എന്റെ ടി വി കാണലും നടക്കൂല എന്ന് പറയുന്ന കാലമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നബിത്തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ എന്താ ഇത്? എന്റെ ചര്യല്ലേ നിക്കാഹ്? കല്യാണം നടത്തണം, ഒരു പുരുഷനെ ഇണയായി സ്വീകരിക്കണം, എല്ലാം കേട്ടു. എന്നിട്ട് അവസാനം എന്ത് നബി പറഞ്ഞാലും തിരുമൊഴിയില്ലല്ലോ, കേട്ടങ്ങനെ പോവും. പക്ഷേ ഈ ബുദ്ധിമതിയായ മഹദി നബിയോട് തിരിച്ചു പറഞ്ഞു, നബിയെ യാ റസൂലല്ലാഹ് മാ ഹഖുൽ മർഅതി ലിസൗജിഹാ, മോനെ മാ ഹഖുൽ മർഅതി ലിസൗജിഹാ, എന്താ തങ്ങളെ ഭർത്താവിനോടുള്ള ഒരു പെണ്ണിന്റെ ധർമ്മം, ബാധ്യത പറഞ്ഞുതരാൻ. എന്തിനാ പെങ്ങൾ ചോദിച്ചെന്നറിയോ? എന്റെ നഗരൂരുകാരായ സഹോദരിമാര് നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഓടുള്ള ധർമ്മം എന്തെന്നും കടപ്പാട് എന്തെന്നും പഠിക്കാൻ വേണ്ടിട്ടാ. എന്റെ പ്രിയപ്പെട്ടവരെ ചോദിച്ചു, എന്താ നബിയെ ഒരു പെണ്ണിന് അവളുടെ ഭർത്താവിനോടുള്ള ധർമ്മം? നബി തങ്ങൾ ചോദിച്ചു, അത് നിനക്കറിയണോ? ദേ അറിയണം. നബി പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞെന്നറിയോ? നിന്റെ ഭർത്താവിന്റെ തല, എന്റെ പെങ്ങൾ ആലോചിച്ചു, ഭർത്താവിന്റെ തലച്ചോറിനകത്തെങ്ങാനും ഒരു മുറിവ് പറ്റും, ആ മുറിവ് പഴുത്ത് വ്രണമായി അവസാനം അതിൽ നിന്ന് ചലമൊലിക്കാൻ, അത് അളിഞ്ഞിട്ട് ചലമൊളിച്ചു, അല്ലാതെ ദുർഗന്ധമുള്ള രക്തവും പഴുപ്പും കൂടി കലർന്ന തരത്തിലുള്ള ഒരു തരം ചലം, അല്ലാത്ത അത് കെട്ടിക്കിടന്ന് ദിവസങ്ങളോളം കഴിഞ്ഞോ. അങ്ങനെ ദിവസങ്ങളോളം പഴുകിയിട്ട് ഈ ചീഞ്ചലം നിന്റെ ഭർത്താവിന്റെ മൂക്കിലൂടെ ഒലിച്ചിറങ്ങുന്നു. അങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് അത് അവന്റെ ശരീരത്തിലൂടെ കണങ്കാലിലൂടെ ഒലിച്ചുകൊണ്ടിരിക്കുന്നു. മക്കള് പോലും മൂക്ക് പൊത്തിപ്പോയി, എന്തോ ഒരു ദുർഗന്ധമാ. അയൽക്കാര് പോലും ഛർദിച്ചു പോയി. അത്ര വല്ലാത്ത ദുർഗന്ധം, അടുത്താരും അടുക്കുന്നില്ല, വല്ലാത്ത ദുർഗന്ധം. ബന്ധുക്കള് പോലും അകന്നു പോകുന്ന തരത്തിലുള്ള ദുർഗന്ധം. ഈ ദുർഗന്ധമുള്ള ചലം ഇവന്റെ മൂക്കിൽ നിന്ന് ഒലിച്ചിട്ട് അത് അവന്റെ കണങ്കാൽ ഒലിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് എന്റെ നഗരൂരത്തെ പെങ്ങൾ ഈ പെങ്ങളെ നീ ഓടിച്ചെന്നുകൊണ്ട് നിന്റെ ഭർത്താവിന്റെ മൂക്ക് മുതൽ കാല് വരെ ഒലിച്ചു നിൽക്കുന്ന ഈ ചീഞ്ചലം മുഴുവനും നീ ഒപ്പിയെടുക്കുന്നു. എങ്ങനാ ഒപ്പുന്നതെന്നറിയുമോ? മൂക്ക് പൊത്തിയിട്ടല്ല, അതല്ലെങ്കിൽ മനം മറിച്ചിട്ടല്ല, അതല്ലെങ്കിൽ ഓക്കാനം വന്നിട്ടല്ല. പൂർണ്ണമായ തൃപ്തിയോട് ഇതെന്റെ ബാധ്യതയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, എന്റെ ഭർത്താവിനോടുള്ള കടമയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, എന്റെ പൊന്നമോളെന്റെ ഭർത്താവിന്റെ മൂക്ക് മുതൽ കണങ്കാല് വരെ ഒലിച്ചു നിൽക്കുന്ന ഈ ചീഞ്ചലം മുഴുവനും ഒപ്പിയെടുക്കുന്നു. എങ്ങനാ ഒപ്പുന്നതെന്നറിയുമോ? നിങ്ങളെ കയ്യിലുള്ള തൂവാല കൊണ്ടല്ല, തോർത്തുകൊണ്ട് കൊണ്ടല്ല, നിങ്ങളെ തലയിലിട്ടിരിക്കുന്ന ഷോള് കൊണ്ടല്ല, മറിച്ച്
എന്റെ പെങ്ങളെ, നിന്റെ നഗ്നമായ നാവ് കൊണ്ട് നീ കറി രുചിക്കുന്ന, നീ ടേസ്റ്റ് അളക്കുന്ന, നിനക്ക് അനുഗ്രഹമായി തന്നിരിക്കുന്ന നിന്റെ അനുഗ്രഹീത അവയവമായ നിന്റെ നാവ് കൊണ്ട് നിന്റെ ഭർത്താവിന്റെ ഈ ചീഞ്ചലം മുഴുവനും ഒരൽപ്പം പോലും വെറുപ്പില്ലാതെ നീ ഒപ്പിയെടുക്കുന്നു. അങ്ങനെ പൂർണ്ണമാക്കി നാവ് കൊണ്ട് അവന്റെ ശുദ്ധിയാക്കിയാലും മോളെ, നിന്റെ ഭർത്താവിനോടുള്ള ബാധ്യത എന്നാലും നിനക്ക് തീരില്ല, നിന്റെ കടപ്പാട് തീരില്ല, നിന്റെ സമർപ്പണം തീരില്ല. നബിയുനാ റസൂലുള്ളാഹി. എന്തിനാ കൂടുതൽ? എന്റെ പെങ്ങളെ, ആകെ 5 കാര്യം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മതി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ. കൂടുതലൊന്നും വേണ്ട. ഞങ്ങൾക്ക് പറ്റൂല അതൊന്നും. ഞങ്ങൾ ആണുങ്ങൾക്ക് ഇതൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. ഞങ്ങൾക്ക് കുറച്ചു പേർക്ക് പള്ളി നോക്കണം, അല്ലേ സെക്രട്ടറി? അല്ലേ സാറേ? നമുക്ക് അങ്ങനെ മനാബാജി, നമുക്ക് അങ്ങനെ കുറെ ഇടപാടുകളുണ്ട്. പള്ളി നോക്കണം, പിന്നെ മദ്രസ നോക്കണം, അതിന് പിരിവുണ്ടാക്കണം, അതിന് അബൂറബീസാനെ കൊണ്ടുവരണം, സജീവനെ മൈക്ക് വയ്ക്കണം. ഇങ്ങനെ ഒരുപാട് പണിയുണ്ട്. ചെറുപ്പക്കാർക്കൊക്കെ ഇങ്ങനെ വന്നിരിക്കണം. ഇങ്ങനെ ഞങ്ങൾ ആണുങ്ങൾക്ക് ഒരുപാട് പണിയുണ്ട്. ഇതെല്ലാം കൂടെ കാട്ടിക്കൂട്ടിയാലും അല്ലാഹുവിന്റെ ഔദാര്യം കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് അപ്പുറത്തൊന്ന് കാലുകുത്താൻ സ്വർഗത്തിൽ. പക്ഷെ നിങ്ങൾക്ക് അല്ലാഹു തആല തന്നിരിക്കുന്ന വലിയൊരു ഓഫർ. 4 കാര്യങ്ങൾ ജീവിതമാക്കിയാൽ മതി. 4 കാര്യം എങ്കിൽ തന്നെ നമുക്ക് തരണതാ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ശിബൂക്കാൻ ചെല്ലേ. പടച്ചോനെ, ഞാൻ ചാത്തന്നൂർ പള്ളിക്ക് വേണ്ടി ഓടി നടന്നല്ല അബൂ റബീ ഉസ്താദിന്റെ മൗലിദ് വരുന്ന ദിവസവും എന്റെ പണി. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അതൊക്കെ നിന്നെ മാനിച്ചിട്ടാ പടച്ചോനെ. അതുകൊണ്ട് സ്വർഗം അല്ലാഹുടെ കരുണ കൊണ്ട് അല്ലാഹു വിളിക്കും. അതിലൂടെ അംഗീകരിക്കോ? ഒരു വാതിലാണ് കൊടുക്കും. സ്വർഗത്തിന്റെ വാതിലാ, ചെറുതല്ല. പക്ഷെ നിങ്ങളിലേക്ക് ചേർക്കുമ്പോൾ പറയേ അതിലൂടെ ശിബു പോണം. അല്ലാഹു ആ ഭാഗ്യം നമുക്കൊക്കെ തരുമാറാകട്ടെ. ഇങ്ങനെ ഏതെങ്കിലും ഒരു വാതിൽ തുറന്നിട്ടേ നമുക്ക് പോകാൻ പറ്റൂ. നിങ്ങൾക്ക് അങ്ങനെയല്ല. സ്വർഗത്തിന്റെ 8 വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നിടും. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇഷ്ടമുള്ളിടത്തോടെ കയറി പോവാം. എന്താണെന്നറിയോ? 4 കാര്യം ജീവിതമാക്കിയാൽ മതി. 4 കാര്യം, കൂടുതലൊന്നും വേണ്ട. ഇതാ പഠിച്ചോ. അൽ മർഅതു ഇദാ സല്ലത്ത് ഖംസഹാ വസാമത് ശഹറഹാ വഹഫിലത് ഫർജഹാ വഅതാഅത് സൗജഹാ ഫൽതദ്ഖുലിൽ ജന്ന മിൻ അയ്യി അബ്വാബിൻ ശാഅത്. നബിയുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ നഗരൂരിലെ പെങ്ങളെ, നീ അൽ മർഅതു ഇദാ സല്ലത്ത് ഖംസഹാ, നിന്റെ ശുദ്ധിയുള്ള കാലയളവുകളിൽ ഒരു സുബ്ഹി നിസ്കാരം പോലും കളാക്കാതെ നീ കൃത്യമായ നിസ്കാരം നിലനിർത്തിയാൽ, വസ്വാമത് ശഹ്റഹാ, നിർബന്ധമായ റമദാനിലെ 30ഓ 29ഓ വരുന്ന നോമ്പ് അത് കൃത്യമായി നീ പിടിച്ചു വീടുകയും ഈ നോമ്പിന്റെ കാലയളവുകളിൽ നിനക്ക് അശുദ്ധി ഉണ്ടായാൽ, ആ ശുദ്ധി ഉണ്ടായ കാലഘട്ടത്തിൽ നിനക്ക് നഷ്ടപ്പെട്ടു പോയ നോമ്പ് വല്ലാതെ സമയം കളയാതെ നീ ഖളാ വീട്ടിയെടുത്ത് പൂർത്തീകരിക്കുകയും ചെയ്താൽ, ഇത് 2 ഏകദേശം ഓക്കേ. മൂന്നാമത്തത് വഹഫിലത് ഫർജഹാ, നിന്റെ ഔറത്തിനെ അന്യപുരുഷന്മാരെ തൊട്ട് നീ കാത്തു സൂക്ഷിക്കുകയും ചെയ്താൽ, ഒരു മഴയാ ജീവിതം കംപ്ലീറ്റ്. ഒരു നോട്ടം കൊണ്ട് പോലും ഭർത്താവിനെ വഞ്ചിക്കുന്നില്ല. അതാ പറഞ്ഞതിന്റെ അർത്ഥം. അത്തരത്തിൽ വഹഫിലത് ഫർജഹാ, നിന്റെ ഔറത്തിനെ നീ കാത്തു സൂക്ഷിക്കുകയും ചെയ്താൽ. 3. നാലാമത്തത് വഅതാഅത് സൗജഹാ, നിന്റെ ഭർത്താവിനെ എല്ലാ തരത്തിലും തൃപ്തിയാക്കാൻ വേണ്ടി നിന്റെ ആയുസ് കൊണ്ട് നീ മത്സരിച്ചാൽ, വഅതാഅത് സൗജഹാ, നിന്റെ ഭർത്താവിന്റെ തൃപ്തി മാത്രം മോഹിച്ചുകൊണ്ട് നിന്റെ ഭർത്താവിന് വേണ്ടി നീ ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്താൽ, എന്റെ നഗരൂരത്തെ പെങ്ങളെ, ഈ 4 കാര്യം നിന്നിലുണ്ടെങ്കിൽ ഫൽതദ്ഖുലുൽ ജന്ന, നാളെ നഗരൂരത്തിലെ ആണുങ്ങളൊക്കെ വിറവിരച്ച് നിൽക്കുന്ന റബ്ബിന്റെ കോടതിയിൽ വെച്ച് ഈ 4 കാര്യം ജീവിതമാക്കിയതിന്റെ പേരിൽ പൊന്നുമോളെ നിന്നോട് വിളിച്ചു പറയപ്പെടും, കയറിപ്പോവേ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കയറിപ്പോയോ. മിൻ അയ്യി അബ്വാബിൻ ശാഅത്, സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളും നിനക്ക് തുറന്നു തന്നുകൊണ്ട് ഇഷ്ടപ്പെട്ട വാതിലിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അല്ലാഹു തആല നിന്നോട് പറയുമെന്ന് നബിയുനാ
വഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കുക. ജീവിതത്തിന് ഒരു മാറ്റത്തിന് കാരണമാകണം ഈ മജ്ലിസ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا ونبينا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. أرحم الراحمين يا الله، കരുണക്കടലായ അല്ലാഹ്, സ്നേഹനിധിയായ അല്ലാഹ്, പരമദയാലുവായ അല്ലാഹ്, അല്ലാഹ്ന്നുള്ള വിളിയിൽ പോലും ഞങ്ങൾക്ക് വല്ലാത്ത സമാധാനം തരുന്ന അല്ലാഹ്, ഈ പാവങ്ങളുടെ വിളിയാളം കേൾക്കണേ അല്ലാഹ്, ഇജാബത്ത് തരണേ അല്ലാഹ്. നീയല്ലാതെ മറ്റാരും ഞങ്ങൾക്കില്ലേ അല്ലാഹ്. നീ എങ്ങാനും ഞങ്ങളെ തള്ളിക്കളഞ്ഞാൽ പോടാ പിന്നെ വാടാ എന്ന് പറഞ്ഞുകൊണ്ടെങ്ങാനും ഇജാബത്തിന്റെ വാതിലുകൾ ഞങ്ങൾക്ക് നേരെ നീ കൊട്ടിയടച്ചാൽ അല്ലാഹു ആണ് റബ്ബേ, പിന്നെ അനാഥര് ഞങ്ങളാണ് അല്ലാഹ്. യതീമുകൾ അക്ഷരാർത്ഥത്തിൽ ഞങ്ങളാണ് അല്ലാഹ്. ഒരു സ്ഥലത്തുനിന്നും ഞങ്ങൾക്ക് അഭയം കിട്ടില്ലേ അല്ലാഹ്. കാരണം ആകെ ഞങ്ങൾക്കുള്ളത് നീ മാത്രമാണ് തമ്പുരാനെ. നീ സ്നേഹിക്കുന്നത് പോലെ ലോകത്തൊരാളും ഞങ്ങളെ സ്നേഹിക്കുന്നില്ല റബ്ബേ. നീ സ്നേഹിച്ചതുപോലെ ഇന്നുവരെ ഞങ്ങളെ ഒരാളും സ്നേഹിച്ചിട്ടില്ല തമ്പുരാനെ. നീ എങ്ങാനും ഞങ്ങളെ വേണ്ടെന്ന് വെച്ചാൽ പിന്നെ ആര് ഞങ്ങളെ സ്വീകരിക്കുമല്ലോ. അതുകൊണ്ട് പരമദയാലുവായ റബ്ബേ, നീ ഏറ്റെടുക്കണേ അല്ലാഹ്, ഉത്തരം തരണേ അല്ലാഹ്.